ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് വരുന്ന സയൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് ജീവിതശൈലി രോഗങ്ങൾ. സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, കാരണം ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ്. അവിടെ നിന്ന് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ മാർക്ക് നമുക്ക് മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? നമ്മളുടെ ജീവിത രീതി, ദൈനംദിന ജീവിത രീതി, അതായത് അനാരോഗ്യകരമായ ജീവിത രീതി നമ്മളിലേക്ക് വരുത്തി വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലേ? അനാരോഗ്യകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, അല്ലേ? നമ്മൾ കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡിനെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വ്യായാമത്തിൻ്റെ അപര്യാപ്തത. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വ്യായാമത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതെ വരുമ്പോഴുള്ള അവസ്ഥ. ഇനി മാനസിക സംഘർഷം. നമ്മളുടെ ജോലി തിരക്കുകൾ മൂലം നമ്മൾ ഒരുപാട് ടെൻഷൻ ആവാറുണ്ട്, അത് കാരണം. പിന്നെ മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇവയെല്ലാം നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ? കാരണം സിമ്പിളായിരിക്കും. ദിവസേന വരുന്ന നമ്മളുടെ ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ജീവിതശൈലി രോഗത്തിന് കാരണമാകുന്നത്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ? ഒന്ന്, പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം ആൻഡ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഓരോന്നിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. ഓർത്ത് വയ്ക്കുക കേട്ടോ, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. ഈ ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള കാരണം നമ്മളുടെ അന്തസ്രാവി ഗ്രന്ഥിയായ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസിലുള്ള ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഹോർമോൺ. ഏതാണ്? ഇൻസുലിൻ ഹോർമോണിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രമേഹം. അപ്പോൾ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥിയായ ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ രണ്ട് കോശങ്ങളുണ്ട്. ബീറ്റാ കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങളുണ്ട്. അതിൽ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ, ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. അപ്പോൾ രണ്ടിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. അതായത് ഇൻസുലിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ട് നമ്മൾ എന്ത് ഭക്ഷണം, അരി ഭക്ഷണം ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചായ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് വരില്ലേ, ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിനാണ്. എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് എവിടെ സംഭരിക്കുന്നു? കരളിലാണ് സംഭരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പോയിൻ്റാണ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്ത് കരളിൽ സംഭരിക്കുന്നതാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിലാണ് സംഭരിക്കുന്നത്. ഏത് ഹോർമോൺ? ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ്റെ അപാകത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ പേരുകൾ ഓർത്ത് വയ്ക്കുക, ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ രണ്ട് തരത്തിലാണ് പ്രമേഹമുള്ളത്. ഒന്ന്, ടൈപ്പ് 1 പ്രമേഹം. അതായത് ചില കുട്ടികളിൽ ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലൊക്കെ പാരൻസിൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ, പ്രത്യേകിച്ച് അമ്മയുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ട്, അല്ലേ? കാരണം കുട്ടികൾക്കത് ഷുഗർ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്, ഡെലിവറി കോംപ്ലിക്കേഷൻസ് വരാനുള്ളത് കൊണ്ടാണ്. അതുപോലെ ചെറിയ കുട്ടികളിൽ കാണപ്പെടുന്ന ഇൻസുലിൻ്റെ അപാകത മൂലമുണ്ടാകുന്ന അസുഖമാണ് ടൈപ്പ് 1 പ്രമേഹം. ഇനി രണ്ടാമത്തേതൊന്നാണ് ടൈപ്പ് 2 പ്രമേഹം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചെറിയ കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. മുതിർന്നവരിൽ വരുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. അപാകതം മൂലമുണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നോർമലി ഷുഗറിൻ്റെ അളവ് എന്ന് പറയുന്നത് 80 to 120 mg/100 ml ഓഫ് ബ്ലഡ് ആണ്, അല്ലേ? 100 ml രക്തത്തിൽ 80 to 120 നമ്മുടെ സാധാരണ ഷുഗറിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലം ഇതെന്ത് ചെയ്യും? കൂടിപ്പോവും. അപ്പോൾ ഒരു 126 കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ ഷുഗർ നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ്, രാത്രി ഉറങ്ങി എണീറ്റ് രാവിലെ ഭക്ഷണം കഴിക്കാതെ ഷുഗർ നോക്കുമ്പോൾ 126 കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രമേഹമാണെന്ന് പറയും, പ്രമേഹത്തിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. അപ്പോൾ നോർമൽ അളവ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 80 to 120. അപ്പോൾ ഫാസ്റ്റിംഗ് നടത്തുമ്പോൾ 120 കൂടുതലാണെങ്കിൽ പ്രമേഹമാണെന്ന് പറയും. അതായത് ആൽഫ കോശങ്ങൾ, അതായത് ആഗ്നേയ ഗ്രന്ഥിയിൽ തന്നെ ആൽഫ കോശങ്ങളുണ്ട്. അപ്പോൾ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഏതാണ്? ഗ്ലൂക്കഗോൺ. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി കരളിൽ സംഭരിക്കും. അപ്പോൾ ശരീരത്തിന് എപ്പോഴൊക്കെ ഗ്ലൂക്കോസ് ആവശ്യമാണോ അപ്പോൾ എന്ത് ചെയ്യും? ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസാക്കി മാറ്റും.
ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോണിൻ്റെ പ്രവർത്തനം ശരിയല്ല, അല്ലെങ്കിൽ ഗ്ലൂക്കോണിൻ്റെ ഉൽപ്പാദനം ഏത് കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയുടെ ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോൺ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഷുഗറിൻ്റെ കൺവേർഷൻ നടക്കില്ല അല്ലേ, ഗ്ലൈക്കോജൻ നിന്ന് എന്തായിട്ട് മാറില്ല, ഗ്ലൂക്കോസ് ആയിട്ട് മാറില്ല. അപ്പോൾ ശരീരത്തിൽ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ 80 ലോവർ ആയിട്ടുള്ള അളവ്, പക്ഷേ 45 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആൾക്ക് മരണം വരെ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസുലിൻ ഷോക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസുലിൻ ഷോക്ക്? ഓർത്ത് വയ്ക്കാം. ഗ്ലൂക്കോൺ ഉൽപ്പാദനം നടന്നില്ലെങ്കിൽ ഗ്ലൈക്കോജൻ എന്തായി മാറില്ല, ഗ്ലൂക്കോസായി മാറില്ല. അപ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ്, ശരീരത്തിൽ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായതാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോകും. അപ്പോൾ 45 mg താഴെ കുറയുകയാണെങ്കിൽ പെട്ടെന്ന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അതിനെ പറയുന്ന പേരാണ് ഇൻസുലിൻ ഷോക്ക്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഇതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തൊരു രോഗമാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം. എന്താണ് ഹൈപ്പർ ടെൻഷൻ? രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി അതിൻ്റെ വ്യാസം കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടി വരുമ്പോഴാണ് ഈ രക്താതിസമ്മർദ്ദം വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോക BP ഡേ എന്ന് പറയുന്നത് മെയ് 17 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ലോക BP ഡേ എന്ന് പറയുന്നത് മെയ് 17. ഇനി വരുന്നൊരു അസുഖമാണ് ഫാറ്റി ലിവർ. അപ്പോൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഈ ഫാറ്റി ലിവറിന് കാരണം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. അപ്പോൾ 2 തരത്തിലുണ്ട് നമുക്ക് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഒന്ന് LDH, 2 LDL. എന്താണ് LDH? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. പിന്നൊന്ന് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. 2 തരത്തിലാണുള്ളത്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് 50 to 60 ആണ് നോർമലായിട്ട് വരേണ്ടത്, അത് ഫീമെയിൽസിൻ്റെ കേസിൽ. ഇനി മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ അത് 40 to 50 ആണ് വരേണ്ടത്, 40 to 50. ഇതിൽ ഫീമെയിൽസിൽ 50 to 60 ആണ് അതിൻ്റെ റേഞ്ച്. എന്ത് പറയുന്നത്? ഈ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. അതേ കേസിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ മെയിൽസ് അല്ലെങ്കിൽ ആണുങ്ങളിൽ 40 മുതൽ 50 വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അത് ശരീരത്തിന് അധികം ദോഷകരമല്ല. അപ്പോൾ ദോഷകരമായിട്ടുള്ള ഒരു ചീത്ത കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയുന്നത് ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 130 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷകരമാവുകയും അത് രക്തക്കൊഴലുകളിലെല്ലാം അടിയുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഹൈ പ്രഷർ അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദത്തിനും ഫാറ്റി ലിവറിനെല്ലാം കാരണമാകുന്നത്. ഓക്കെ, കൊംജിജി ക്രാക്കറിൽ 45 ഡേയ്സിൻ്റെ പുതിയ LGS ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും മികച്ച റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്താൻ സാധിക്കും. നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സിലബസ് വൈസ് ആണ് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ളത്. ഇത് കൂടാതെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ റിവിഷൻ എക്സാംസ്, ഓരോ റിവിഷൻ എക്സാമും അതിനോടനുബന്ധിച്ച് റാങ്ക് ലിസ്റ്റും ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ 45 ഡേയ്സിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പഠിക്കാനും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അടുത്ത ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. അപ്പോൾ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന മൂലം അതിൻ്റെ വ്യാസം കുറയും, അതിലൂടെയുള്ള രക്തപ്രവാഹത്തിൻ്റെ തോത് വർദ്ധിക്കുകയും പ്രഷർ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ മസ്തിഷ്കത്തിലെ രക്തക്കൊഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഈ പക്ഷാഘാതത്തിന് കാരണം. പക്ഷാഘാത ദിവസം എന്ന് പറയുന്നത് October 29 ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നൊരു അസുഖമാണ് ഹൃദയാഘാതം. രക്തത്തിലേക്ക് ഹൃദയം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹൃദയാഘാതം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എന്തിൽ തന്നെ ബന്ധപ്പെട്ട് വരുന്നതാണ്, ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് തന്നെയാണ് ഇവിടെയും പ്രധാനമായിട്ട് കാരണം വരുന്നത്. അടുത്താണ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. അപ്പോൾ രക്തക്കൊഴലുകളിൽ വീണ്ടും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന സമയത്ത് അവയുടെ സ്വാഭാവികത, ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ആർട്ടീരിയോസ്ക്ലീറോസിസ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ. ഇനി അതുപോലെ വരുന്നതാണ് എംഫിസിമ. പ്രധാന കാരണം പുകവലിയാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കണം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.